നമ്മുടെ തെറ്റുകളെ എങ്ങനെ മറികടക്കാം? ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടും ചില സാഹചര്യങ്ങളിൽ അറിയാതെ തന്നെ വീണ്ടും ചെയ്തു പോകാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഞാൻ വീണ്ടും ആ തെറ്റ് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് ഒന്നിനും കഴിയാതെ തളർന്നിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും തെറ്റ് സംഭവിച്ചാൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ആ സാഹചര്യത്തെ നേരിടുക. വീണ്ടും ഒരു കാരണത്താലും അതേ തെറ്റ് ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ആ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക. മനസ്സിനെ അത്തരം പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക. തെറ്റുകൾ പറ്റിയാൽ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ക്ഷേത്രത്തിലും ഒരു കള്ള് ഷോപ്പിലും ഓരോ തത്തയെ വളർത്തിയാൽ ക്ഷേത്രത്തിലെ തത്ത വേദമന്ത്രങ്ങൾ ഉരുവിടും. എന്നാൽ കള്ള് ഷോപ്പിലെ തത്ത അസഭ്യം പറയുക തന്നെ ചെയ്യും. രണ്ടും തത്ത തന്നെയാണെങ്കിലും അവ വളരുന്ന ചുറ്റുപാടുകൾ അവരുടെ സ്വഭാവത്തെ തീർച്ചയായും ബാധിക്കും. നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു മാറ്റാനുള്ള കഴിവ് നമ്മൾക്കുണ്ടായിരിക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടാൽ അറിയാതെ തന്നെ അവർ നമ്മളെയും പിടികൂടും, അല്ലെങ്കിൽ സ്വാധീനിക്കാനെങ്കിലും തുടങ്ങും. അതിനാൽ അങ്ങനെയുള്ള ആളുകളുമായി സഹകരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെ അത് എന്ത് തന്നെ ആയാലും അവയെ കണ്ടുപിടിച്ച് അതിൽ നിന്നും അകലം പാലിക്കുക. നമ്മളുടെ പ്രതികരണങ്ങളെയും ചിന്തയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആയാൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ രീതിയിൽ നമ്മളിൽ മാറ്റം കൊണ്ടുവരണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതു പ്രശ്നത്തിനും ഉള്ള പരിഹാരം നമ്മളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തി നമ്മളുടെ നന്മയ്ക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുക എന്നത് മാത്രമാണ്.